السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഇസ്ലാമിക് വിശ്വാസം അഖീദ ക്ലാസ് നമ്പർ 24. നാം അള്ളാഹുവിലുള്ള വിശ്വാസവും അതിനുശേഷം 2-3 ക്ലാസ്സുകളിലായി മലക്കുകളിലുള്ള വിശ്വാസവും വിശദീകരിച്ചു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അഥവാ അല്ലാഹു തആല ഇറക്കിയ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നാം എന്താണ് വിശ്വസിക്കേണ്ടത്? അൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി. ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തതാണല്ലോ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കിയ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്മിനിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയാകുന്നില്ല അല്ലാഹു തആല ഇറക്കിയ ഗ്രന്ഥങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കാതെ. അല്ലാഹു തആല ആ ഗ്രന്ഥങ്ങളെ ഇറക്കിയെന്നും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാം ആണ് ആ ഗ്രന്ഥങ്ങളിൽ ഉള്ളത് എന്നും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാം വഹ്യ് അത് പൂർണ്ണമായും ഹഖാണെന്നും സത്യമാണെന്നും നാം വിശ്വസിക്കണം. നാം സൂറത്തുൽ ബഖറയിൽ ഖുർആൻ തുറന്നു നോക്കിയാൽ ഫാത്തിഹ കഴിഞ്ഞാൽ നാം ഓതുന്ന സൂറത്തുൽ ബഖറയിൽ കാണാം അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കിയ ഗ്രന്ഥം കിതാബ് എന്ന് പറഞ്ഞാണ് നാം സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത് തന്നെ. അടുത്ത ആയത്തിൽ പറയുന്നു വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിയ ഗ്രന്ഥത്തിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ, മറിച്ച് റസൂലുള്ളാഹി തങ്ങൾക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർക്കും ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട് എന്നുകൂടി വിശ്വസിക്കൽ ഓരോ മുഅ്മിനും നിർബന്ധമാണ്. ഹദീസിൽ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈമാനിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. 6 ഈമാൻ കാര്യങ്ങൾ. അവിടെ അള്ളാഹുവിൽ വിശ്വസിക്കുക, മലായികത്തിൽ വിശ്വസിക്കുക, അത് കഴിഞ്ഞാൽ അല്ലാഹു തആല ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക. ഇത് നിർബന്ധമാണ്. ഇനി അല്ലാഹു തആല ഇറക്കിയ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുമ്പോൾ 2 തരത്തിൽ വിശ്വസിക്കണം. ചില ഗ്രന്ഥങ്ങൾ അവകളുടെ പേരും അവകൾ ആർക്ക് ഇറക്കിയെന്നുള്ളതും വ്യക്തമായി പറയുന്നുണ്ട്. അവ അങ്ങനെ തന്നെ വിശ്വസിക്കണം. ചില ഗ്രന്ഥങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാർക്ക് ഇറക്കിയെന്ന് വിശ്വസിക്കാം, അതിൻ്റെ പേരും അതിൻ്റെ വിശദീകരണം നമുക്ക് അറിയില്ല. ഖുർആനിൽ കൃത്യമായി പറഞ്ഞ ഗ്രന്ഥങ്ങളുടെ പേര് അറിയലും അത് അമ്പിയാക്കന്മാർക്ക് ഇറക്കിയെന്ന് വിശ്വസിക്കലും നിർബന്ധമാണ്. തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗറാത്ത് ഇറക്കി. ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദൻ വ നൂർ. സൂറത്തുൽ മാഇദയിൽ കാണാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു
തൗറാത്തിനെ നാം ഇറക്കി, അതിൽ ഹിദായത്തും സന്മാർഗവും പ്രകാശവുമുണ്ട്. എല്ലാവർക്കും അറിയാം മൂസ നബി അലൈഹിസ്സലാമിനാണ് തൗറാത്ത് ഇറക്കിയത്. അതുപോലെ ഇഞ്ചീൽ ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഇറക്കി. വഖഫൈനാ അലാ ആഥാരിഹിം ബിഈസാ ഇബ്നു മർയമ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത് തൗറാത്തി വആതൈനാഹുൽ ഇൻജീൽ. ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഇൻജീൽ നൽകി. ഫീഹി ഹുദൻ വനൂർ, ഇൻജീലിൽ എന്തുണ്ട്? സന്മാർഗവും അതുപോലെ പ്രകാശവുമുണ്ട്. വമുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത് തൗറാത്ത്, അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം തൊട്ട് മുമ്പ് വന്ന മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന തൗറാത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ശരിവെക്കുന്ന രൂപത്തിലാണ് ഇൻജീലുമായിട്ട് വന്നത്. മൂന്നാമത്തെ ഗ്രന്ഥം സബൂർ, അത് ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഇറക്കി. കൃത്യമായി സൂറത്തു നിസായിൽ കാണാം, വആതൈനാ ദാവൂദ സബൂറാ, ദാവൂദ് നബിക്ക് അലൈഹിസ്സലാം സബൂറിനെ ഇറക്കി. അതങ്ങനെ തന്നെ വിശ്വസിക്കണം. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഏടുകൾ ഇറക്കിയിട്ടുണ്ട്. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആനിനെ ഇറക്കി. അല്ലേ? ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി. അപ്പോൾ ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിയ ഖുർആനിൽ നാം പൂർണ്ണമായി വിശ്വസിക്കുന്നതോടൊപ്പം കഴിഞ്ഞകാല അമ്പിയാക്കന്മാർക്ക് ഇറക്കിയ ഗ്രന്ഥങ്ങളിലും നാം വിശ്വസിക്കണം. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. തൗറാത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഖുർആനിലുള്ള വിശ്വാസം അത് പൂർണ്ണമാകുന്നില്ല. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിയ ഖുർആൻ അത് അതേപടി നമ്മുടെ മുമ്പിലുണ്ട്. ഒരു പുള്ളിക്കും വ്യത്യാസമില്ലാത്ത രൂപത്തിൽ നമുക്കത് ലഭിച്ചിട്ടുണ്ട്, ഇപ്പോഴും നിലവിലുണ്ട് എന്ന് വിശ്വസിക്കണം. അതേസമയം നേരത്തെ പറഞ്ഞ ഇഞ്ചീലും തൗറാത്തും ഒക്കെ അതിൽ വലിയ മാറ്റത്തിരുത്തലുകൾ പിൽക്കാലത്ത് ഉണ്ടായി എന്നും ഇന്ന് നിലവിലുള്ള ഇഞ്ചീൽ തൗറാത്ത് എന്ന് പറയപ്പെടുന്ന, അതല്ലെങ്കിൽ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഗ്രന്ഥങ്ങൾ, അവരുടെ കയ്യിലുള്ള ഗ്രന്ഥം ഇന്ന് നിലവിലുള്ളത് അത് പൂർണ്ണമായും ശരിയെന്ന് വിശ്വസിക്കാൻ പാടില്ല. കാരണം അതിൽ മാറ്റത്തിരുത്തലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. യഥാർത്ഥ ഈസാ നബി അലൈഹിസ്സലാമിനും മൂസ നബി അലൈഹിസ്സലാമിനും അയച്ച ഗ്രന്ഥം അല്ല അവരുടെ കയ്യിലുള്ളത്. അവർ ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് പറയും ഇഞ്ചീലിന്, അല്ല തൗറാത്തിന്. ന്യൂ ടെസ്റ്റമെൻ്റ് എന്ന് പറയും ഇഞ്ചീലിന്. രണ്ടും കൂടി പറയും ബൈബിളെന്ന്. അപ്പോൾ സുവിശേഷം എന്നൊക്കെ അവർ പറയും. സത്യത്തിൽ ആ പറയുന്നതിൽ ഒരുപാട് മനുഷ്യൻ്റെ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവകളിൽ നാം വിശ്വസിക്കാൻ പാടില്ല. യഥാർത്ഥ തൗറാത്തും യഥാർത്ഥ ഇഞ്ചീലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് മൂസാ നബി അലൈഹിസ്സലാമിനും ഈസ നബി അലൈഹിസ്സലാമിനും അയച്ചു എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായി കുറച്ച് വിശദമായ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. നാം ഖുർആനിൽ പൂർണ്ണമായും വിശ്വസിക്കണം. അതോടൊപ്പം കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കും അല്ലാഹു തആല ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കണം. അവകളൊക്കെ സത്യമാണ് എന്നും വിശ്വസിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.